ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ സുരക്ഷയെ ചൊല്ലി വീണ്ടും ആശങ്ക ഉയരുകയാണ്. ഗുരുവായൂരിൽ 65 വയസ്സുള്ള സന്താനവല്ലി എന്ന വയോധിക മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ക്ഷേത്രനഗരിയിലെ നിയമസമാധാന സാഹചര്യത്തെക്കുറിച്ച് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വയോധികയായിട്ടുള്ള സന്താനവല്ലി എന്ന സ്ത്രീയെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി അവരെ കിണറ്റിലെറിഞ്ഞിട്ടും ദിവസങ്ങൾക്ക് ശേഷം ഒരു മധ്യസഭയിൽ നടക്കുന്ന വെളിപ്പെടുത്തലൂടെ മാത്രമാണ് പോലീസും ജനങ്ങളും ഈ വിഷയം അറിയുന്നത്. അതായത് അതീവ രഹസ്യത്തോട് തന്നെ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്നത് ദേവസ്വം സ്വത്തുക്കളിലാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഗുരുഭവനപുരിയുടെ പവിത്രത ഉറപ്പാക്കുവാനും ഇവിടെ വരുന്ന ഭക്തജനങ്ങളുടെയും ഇവിടുത്തെ ഈ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങളെയും ഒക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നിർവഹിക്കണം. സംവിധാനങ്ങൾ അതിനായിട്ട് ഉയർന്നു പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ സംഭവം ഒറ്റപ്പെട്ട കുറ്റകൃത്യമായി കാണാനാകില്ലെന്നും ഗുരുവായൂരിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഗൗരവമായ സൂചനയാണിതെന്നും അവർ അഭിപ്രായപ്പെട്ടു. നിർമ്മാല്യ ദർശനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ദിവസേന ആയിരക്കണക്കിന് സ്ത്രീകളും വയോധികരും ഗുരുവായൂരിലെത്തുന്ന സാഹചര്യത്തിൽ അവരെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ കണ്ടെത്തി നിയമത്തിനു മുന്നിലെത്തിക്കാൻ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ടേബിൾ പോലീസ് സ്റ്റേഷൻ ക്ഷേത്രത്തിന്റെയും ഭക്തജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ജാഗ്രതയും കാര്യക്ഷമതയും പുലർത്തേണ്ടതുണ്ടെന്നും നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ജോലി തേടി എത്തുന്നവരെന്ന പേരിൽ വിവിധ ക്രിമിനൽ സംഘങ്ങൾ ക്ഷേത്രനഗരിയിൽ സാന്നിധ്യം ശക്തമാക്കാനിടയുണ്ടെന്ന പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും അതോടൊപ്പം ലഹരി വസ്തു വ്യാപനവുമായി ബന്ധപ്പെട്ടവരും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന പരാതിയുള്ള വ്യക്തികളും ഗുരുവായൂരിൽ താവളമുറപ്പിക്കുന്നുണ്ടോ എന്ന് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇത്തരക്കാർക്ക് താമസ സൗകര്യവും തൊഴിലവസരങ്ങളും ഒരുക്കി കൊടുക്കുന്നവരെയും കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇവിടെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പലരും ജോലിക്കെന്ന് പറഞ്ഞും അതല്ലെങ്കിൽ വാടകയ്ക്കുമായിട്ടും ഒക്കെ വന്ന് താമസിക്കുന്നുണ്ട്. ഇവരുടെ യാതൊരുവിധ പോലീസ് വെരിഫിക്കേഷനും അതല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള യാതൊരുവിധ അറിവും ഉടമസ്ഥന്മാർക്ക് ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിൽ അവർക്ക് എല്ലാ ഈ ക്രിമിനൽ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കുന്ന സംവിധാനങ്ങളെ കൂടി ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ക്ലിയറൻസ് ഇല്ലാതെ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ ഇത്തരം ആളുകളെ ഇവിടെ താമസിപ്പിക്കാനോ ജോലിക്കെടുക്കുവാനോ പാടില്ല എന്ന രീതിയിലേക്ക് തന്നെ സംവിധാനങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക കൂടി ചെയ്യും. ഇപ്പോൾ ലഹരി കച്ചവടം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ പവിത്രമായിട്ടുള്ള സ്ഥലത്ത് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് ഗുരുവായൂർ ഭവനപുരിയെ കളങ്കപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിന് കടിഞ്ഞാണിട്ടേ പറ്റൂ. അതല്ലാത്ത പക്ഷം പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം സംവിധാനങ്ങളെ കർശനമായിട്ട് കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഗുരുവായൂരിലെ ഹോട്ടലുകൾ, ഭക്ഷണശാലകൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തുന്ന സംവിധാനം സർക്കാർ പരിഗണിക്കണമെന്നും നിവേദിത സുബ്രഹ്മണ്യൻ നിർദ്ദേശിച്ചു. അതുപോലെ നഗരത്തിലെ ഫുട്പാത്തുകളിൽ അനധികൃത വാടക മുറികളിലും മറ്റ് ഇടങ്ങളിലുമായി താമസിക്കുന്നവരുടെ വിവരങ്ങൾ പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഗുരുവായൂരിലെ നിയമസമാധാന സാഹചര്യം സംബന്ധിച്ച് BJP മുൻപും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ അടിയന്തരവും ശക്തവുമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണവും നിയമ നടപടികളും തുടരുകയാണ്. കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലെത്താനാകൂ. ക്ഷേത്രനഗരിയിലെ സുരക്ഷ ശക്തിപ്പെടുത്തണമെന്നും ഭക്തർക്ക് കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച തുടർ നടപടികൾ നിർണായകമാകും.